വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് മാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിൽ ഇയാളാവുന്നത്. ബന്ധു അക്കൗണ്ടിലേക്ക് പണമിട്ട് നൽകിയതാണ് പോലീസിൻ്റെ നീക്കങ്ങളിൽ നിർണായകമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കും എന്നുള്ളതാണ് ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ, ശ്യാമിലി മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ അടിയേറ്റ് ചോരയൊലിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വലിയ നടുക്കത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കേട്ടത്. പിന്നാലെ ഈ ബെയിലിൻ ദാസിൻ്റെ പശ്ചാത്തലം എന്ത് എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ അതും വലിയ നടുക്കമുണ്ടാക്കുന്ന വിവരങ്ങളായിരുന്നു. നേരത്തെയും ഈ അഭിഭാഷകയെ അപമാനിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒക്കെ ഇയാൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പിന്നീട് പുറത്തു വന്നു. എന്തായാലും ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു. അല്പസമയത്തിനകം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത് ഷഫീ? അർജിത്ത്, ഉറപ്പായിട്ടും തുമ്പ SI ആയിരുന്നു ബെയിലിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇപ്പോൾ വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവം നടന്ന 3 ദിവസം കഴിഞ്ഞാണ് ബെയിലിൻ ദാസിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത് എന്നുള്ളതും ഒരു കാര്യമാണ്. വലിയ വിമർശനം പോലീസും സർക്കാരും ഈ വിഷയത്തിൽ കേൾക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് പോലീസ് ഇയാൾക്ക് ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി. അതിനുപക്ഷേ ഈ ബാർ അസോസിയേഷൻ്റെ ഇടപെടൽ നമ്മൾ ആ വിഷയത്തിൽ കണ്ടതാണ്. ഏതായാലും അദ്ദേഹം ഈ മുൻകൂർ ജാമ്യം, ബെയിലിൻ ദാസ് ഈ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചപ്പോഴും പറഞ്ഞ കാര്യം തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിച്ചില്ലെന്നും ബെയിലിൻ വാദമുയർത്തിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കരുതിക്കൂട്ടിയുള്ള അക്രമം, അന്യായമായി തടങ്കലിൽ വെക്കൽ എന്നീ വകുപ്പുകളാണ് ബെയിലിൻ ദാസിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ സമ്മർദ്ദമേറിയപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം മുഴുവൻ വ്യാപിപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരം മുഴുവൻ വ്യാപിച്ച ഒരു അന്വേഷണം ഇന്ന് രാവിലെ മുതൽ നടന്നു. ആ അന്വേഷണത്തിന് ഒടുവിലാണ് ബെയിലിൻ ദാസിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. മുൻപ് റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂന്തുറയിലെ ഒരു സ്ഥലത്തായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് പോലീസിന് തന്നെക്കുറിച്ചിട്ടുള്ള ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരം മനസ്സിലാക്കുകയും അതിനുശേഷം ഇയാൾ ഈ ഒളിവ് സ്ഥലം, അയാൾ ഒളിച്ചിരുന്ന സ്ഥലം മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കാറിൽ സഞ്ചരിക്കവേ സ്റ്റേഷൻ കടവ് എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇയാൾ പിടികൂടുന്നത്. തീരദേശ മേഖലയിലെ ഒരു സ്ഥലം തന്നെയാണ് സ്റ്റേഷൻ കടവും. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ട്. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനോടകം തന്നെ ഇന്ന് രാവിലെ ഇയാളുടെ ബന്ധുക്കളെ അടക്കം പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു. അടുത്ത ഘട്ടമെന്നോണം പോലീസ് ചില ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇയാൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള വിവരം ലഭിക്കുകയും ഉടൻ തന്നെ തുമ്പ പോലീസിൽ വിവരം അറിയിച്ച ബെയിലിൻ ദാസിനെ പിടികൂടുകയും ചെയ്തത്. ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തതിന് പിന്നാലെയാണ് ഇയാൾ ഈ ഒളിവ് സ്ഥലം മാറാനുള്ള നീക്കം നടത്തിയത്. വലിയ വലിയ നീക്കങ്ങൾ ബെയിലിൻ ദാസിന്റെ ഭാഗത്ത് നിന്ന് നടത്തി എന്നുള്ള വിവരവും പോലീസിന് നടക്കുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. ബെയിലിന്റെ മറ്റു ചിലരോട് കൂടി സപ്പോർട്ട്, ചില സഹായങ്ങൾ പ്രാദേശികമായി പോലും ലഭിച്ചു എന്നുള്ള വിവരം കൂടി പോലീസിനുണ്ടായിരുന്നു. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നത്. ആന്റിസിപ്പേറ്ററി ബെയിൽ ഇയാൾ കൊടുത്തെങ്കിലും കോടതി ആ വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടി കോടതി പരിഗണിക്കാനിരിക്കവെയാണ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു നിർണായക നീക്കം ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. തുമ്പ പോലീസിന്റെ സഹായത്തോടു കൂടി വഞ്ചിയൂർ പോലീസ് പ്രതിയെ, ബെയിലിൻ ദാസിനെ വലയിലാക്കിയിരിക്കുന്നു. ബെയിലിൻ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നുള്ള പോലീസിന്റെ നടപടികൾ ഇനി എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്.